ഹലോ കൂട്ടുകാരെ, ഞാനിതാ വീണ്ടും വന്നു കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ഒരു ചെറിയ ചാനലാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനലേ. അപ്പോൾ ഇത് അമ്മച്ചി ഉണ്ടാക്കി തന്ന, അമ്മച്ചി പഠിപ്പിച്ച് തന്ന ഒരു മോരുകറിയാണ്. പഴം വെച്ചിട്ട് ഇങ്ങനെ മോരുകറി ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള കരിവേപ്പിലയും ഒരു 5-6 പച്ചമുളകും ഒരു ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണെങ്കിൽ നമ്മൾ 2 എടുക്കാം കേട്ടോ. പക്ഷേ ഇത് വലിയ പഴമായതുകൊണ്ട് ഒരു പഴം എടുത്താൽ മതി. എന്നിട്ട് നടുക്ക് കയറിയിട്ട് ഇത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് കറി വെക്കാനുള്ള ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് ആവശ്യത്തിന് വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പഴുത്ത പഴമായതുകൊണ്ട് ഇത് പെട്ടെന്നത് വെന്ത് കിട്ടും. അപ്പോൾ അത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങിയും പച്ചക്കായൊക്കെ ഇട്ടിട്ടല്ലേ മോരുകറി വെക്കാം. ഇത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ള നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ നമുക്കതിന് മുളക് പൊടിയും പിന്നെ ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് ഉപ്പും പിന്നെ അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അതിന് ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേകാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതാ ഗ്യാസിൽ വെച്ചു കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള അരപ്പ് ചേർക്കാനായിട്ട് നമ്മളിതാ അതിനുള്ള തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെയുള്ള കറികൾക്കൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞാൽ മതിയാവും കേട്ടോ. പക്ഷേ മോര് കറിക്ക് എന്താണെന്ന് പറയുക നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അത് ഇന്നലെയാണ് നമ്മൾ ഓരോ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒറ്റ കട്ടിയായിട്ട് നല്ല തൈരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ എൻ്റെ ചേട്ടായി ആണെങ്കിൽ ഇതാ സ്റ്റുഡിയോ പോകാൻ ഇച്ചിരി ലേറ്റായി. അപ്പോൾ നമ്മളിതാ എൻ്റെ കൂടെ ഓരോ പണിക്കായിട്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ചെറിയ ഉള്ളി പൊളിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഭയങ്കര ദയനീയ അവസ്ഥയിൽ ഉള്ളി പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ. അപ്പോൾ ഇതിന് മോര് ഇതാ നമ്മൾ ജാറിലേക്ക് ആക്കി നല്ലതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടയൊക്കെ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെന്തിരിക്കണ നമ്മളെ കറിയിലോട്ട് ഇതാ തൈര് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിരിക്കണ തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുള്ളതും കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിള വരാൻ പാകത്തിന് തിള വന്ന് കഴിയുമ്പോഴത്തേന് ഇതാ ഈ ഒരു കളറിൽ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പഴമൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള കടുക് വറുക്കാനുള്ള നോക്കാം കേട്ടോ. അടുത്ത് ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണേൻ്റെ വില കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാൻ നമുക്ക് കയ്യിലൊരു വിറയൊക്കെ വരും. എന്നാലും നമ്മളിത് കടുക് വറുക്കാനായിട്ട് എന്തായാലും എണ്ണ വേണമല്ലോ. അപ്പോൾ ശകലം പറഞ്ഞാൽ ശകലം നമ്മൾ ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയാണ് കോക്കനട്ട് ഓയിലിന്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എണ്ണ ഇത്തിരി ചൂടായി വരുമ്പോഴത്തേനും നമ്മളിതാ പിന്നെ കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ നമ്മൾ മെയിൻ മോരുകറിക്ക് മെയിനായിട്ട് വേണ്ടതല്ല നമ്മൾ ഉലുവപ്പൊടിയും ചേർക്കും. അതുപോലെ തന്നെ ഉലുവയിട്ട് കടുക് വറുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഇച്ചിരി ഉലുവയും കൂടെ ഇച്ചിരി അധികം ഉലുവ വേണം കേട്ടോ. ഉലുവയും കൂടെ ഇട്ടിട്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഉലുവായും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, കുഞ്ഞിൽ നല്ല ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ബ്രൗൺ കളർ ആയാലുള്ളൂ, നമ്മൾ ഏത് കറിക്കായാലും ബ്രൗൺ കളർ ആയാലുള്ളൂ കറിയിലേക്ക് ഒഴിക്കുമ്പോഴത്തേന് ആ ഒരു കടുക് വറുത്തതിൻ്റെ ആ ഒരു ഉള്ളീൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ മോരുകറി വെക്കുന്ന റെസിപ്പി. എന്നിട്ട് നമ്മളത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് നമ്മളത് അടച്ച് വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഉള്ളീൻ്റെയൊക്കെ ഒരു മണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കറിയിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളത് 2 സെക്കൻഡ് അത് അടച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടി